സർവശക്തനായ ദൈവത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രമാണ് പ്രാർത്ഥനയെന്ന തെറ്റിദ്ധാരണയാണ് പലർക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ ദൈവത്തെ എങ്ങനെയാണൊന്ന് പ്രലോഭിപ്പിക്കുക, നേർച്ച കാഴ്ചകൾ കൊണ്ടാകുമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നു. പല ഭക്താഭ്യാസങ്ങളും പലപ്പോഴും നാം അനുഷ്ഠിക്കുന്നത് ദൈവത്തെ കുറുക്കുവഴിയിലൂടെ സംപ്രീതനാക്കാമെന്ന ചിന്തയിലാണ്. ദൈവേഷ്ടത്തിലേക്ക് വളരുക എന്നതാണ് പരമപ്രധാനം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. അല്പമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ക്രൈസ്തവ വേട്ടയെക്കുറിച്ചുള്ള ആലോചനകൾ നമുക്ക് വീണ്ടും തുടരേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്, നാം പലപ്പോഴും ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നു. ദൈവം നമ്മെ പോലാണെന്ന് കരുതുന്നു. നാം ദൈവത്തെ പോലെയാണ് എന്നതാണ് പരമാർത്ഥം. പക്ഷെ നമ്മൾ ദൈവത്തെ പോലെയാണ് എന്ന കാര്യം പറഞ്ഞിട്ട് നമ്മെ പോലെയാണ് ദൈവമെന്ന് നമ്മൾ പരിഗണിക്കും. നമ്മുടെ പരിമിതാവസ്ഥയിലേക്കൊക്കെ ദൈവത്തെ കൊണ്ടുവരും. നമുക്ക് പണമാണ് പ്രധാനം, അതുകൊണ്ട് ദൈവത്തിന് പണം കൊടുത്താൽ ദൈവം കാര്യം സാധിച്ചു തരുമെന്ന് നമ്മൾ വിശ്വസിക്കും. നമുക്ക് ഭക്ഷണമാണ് താല്പര്യം, അതുകൊണ്ട് ദൈവത്തിന് ഭക്ഷണം കൊടുത്താൽ ദൈവം സംപ്രീതനാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. നേർച്ച കാഴ്ചകൾ കൊടുത്തും പൂമാലയിട്ടും ദൈവത്തെ സംപ്രീതനാക്കാമെന്നും പ്രലോഭിപ്പിക്കാമെന്നും തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവനിഷേധം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടി നമുക്ക് കാണാൻ പറ്റും. എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. പണ്ടൊക്കെ ആയിരുന്നു അത് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. ഒരു പൊൻകുരിശ് നൽകിയേക്കാം, ഒരു സ്വർണ്ണത്താലി നൽകിയേക്കാം, അവിടെ വന്ന് ആൾരൂപം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പല നേർച്ച കാഴ്ചകളും നാം അർപ്പിക്കുന്നു, നേർച്ചയിടുന്നു. എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ വളരെ പക്വതയില്ലാത്തതാണ്, വളരെ വികലമാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ ദൈവം സംപ്രീതനാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ദേവാലയങ്ങളിൽ നേർച്ചപ്പെട്ടികളും ഭണ്ഡാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എല്ലായിടത്തും ആളുകൾ നേർച്ച കാഴ്ചകൾ ഇടുന്നു. ദൈവത്തെ എങ്ങനെ വരുതിക്ക് നിർത്താമെന്ന ചിന്തയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. എൻ്റെ ഓർമ്മയിൽ ഒരു ദേവാലയ പരിസരത്ത് വെച്ച് ഒരു പുരോഹിതനുമായി സംസാരിക്കാനിടയായി. അദ്ദേഹം വളരെ ധൃതിയിൽ മേടയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരികയാണ്. കുറച്ചു മുൻപേ ഒരാൾ പോകുന്നുണ്ട്. അദ്ദേഹം കൈയടിച്ച് അയാളെ വിളിച്ചു. അയാൾ തിരിഞ്ഞു നിന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അച്ഛൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണിത്? കയ്യിലൊരു പൊതിയാണുള്ളത്. അത് ഒരു കമ്മലാണ്, സ്വർണത്തിൻ്റെ ഒരു കമ്മൽ. അച്ഛൻ ചോദിച്ചു, ഇതെന്തിനാണ്? ഈ കാഴ്ച അർപ്പിച്ചയാൾ വളരെ ഭക്തിയോടെ പറഞ്ഞു, അതൊരു നേർച്ചയാണച്ചോ. മകളുടെ കാത് കമ്മലിട്ട് പഴുത്തപ്പോ നേർന്നതാണ്. യാക്കോബ് ശ്ലീഹയ്ക്ക് ഒരു കമ്മൽ കൊടുത്തേക്കാം. യാക്കോബ് ശ്ലീഹയ്ക്ക് എന്തിനാണ് കമ്മൽ? ജീവൻ തന്നെ ഉപേക്ഷിച്ച ഒരാൾക്ക് കമ്മൽ കൊടുക്കുന്നു. പക്ഷെ പുരോഹിതൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, ഇതിന്റെ മറ്റേ കമ്മൽ എന്തിയെ? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കാതിനാണ് പഴുപ്പുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഒരു കമ്മൽ. അച്ഛൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കൊള്ളുക, ഇത് അപകടം ചെയ്യും. ഈ ഒരു കമ്മൽ ഞാൻ പള്ളിപ്രമാണിമാരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മറ്റേ കമ്മൽ എന്തെന്ന് ചോദ്യം ഉണ്ടാവും, ഞാൻ വെറുതെ കുടുക്കിലാവും. മറ്റൊരിക്കൽ ഇതേ പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ യാക്കോബ്സിലേക്ക് ഒരു വളയിടാൻ വന്നേക്കാണ്. അപ്പോൾ രൂപക്കൂട് തുറന്നു കൊടുക്കണം, ഈ വള യാക്കോബ്സിന്റെ കയ്യിലിടണം. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തോ തട്ടിപ്പിൽ കുറെ പണം ഉണ്ടാക്കി അതിന്റെ ഒരു ഓഹരി യാക്കോബ്സിലേക്ക് കൊടുക്കാമെന്നതാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതിന് കൂലിയായിട്ട്. നമ്മൾ പലപ്പോഴും ഭീമാബദ്ധങ്ങൾ ചെയ്തു പോകുന്നവരാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പൊൻകുരിശ് തോമയിലൂടെ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽപ്പുണ്ട്. പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? കർത്താവ് മരിച്ചത് മരക്കുരിശിലല്ലേ? നമ്മുടെ ദേവാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലുമൊക്കെ നിരന്തരമായി പ്രലോഭിപ്പിക്കപ്പെടുകയാണ് നേർച്ച കാഴ്ചകൾ അർപ്പിക്കാൻ. ഈ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണയിൽ, ദൈവം സംപ്രീതനാവുമെന്ന തെറ്റിദ്ധാരണയിൽ വളരെയധികം ആളുകൾ തങ്ങളുടെ കയ്യിലുള്ളവ ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഇത് സ്വീകരിച്ച് എൻ്റെ ഈ കുറ്റത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ദൈവമേ, ഇത് സ്വീകരിച്ച് മകൾക്ക് അഡ്മിഷൻ തരണം. ദൈവമേ, ഇത് സ്വീകരിച്ച് എന്നെ സുഖപ്പെടുത്തണം.
എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുന്നവനായി ദൈവത്തെ നാം ധരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ ഒരു യാചക സദൃശ്യം തരം താഴ്ത്തുകയാണ്. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് എന്ത് കൊടുക്കാനാണ് നിങ്ങൾക്ക് കഴിയുക? ദൈവം സംപ്രീതനാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ചിലപ്പോ ഇത് പറയുമ്പോൾ ഇങ്ങനെ പണമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവും. ഇതിലൂടെ കാര്യം നടന്നുവെന്ന് ചിന്തിക്കുന്നവരും കാര്യം നടത്താമെന്ന് വ്യാമോഹിക്കുന്നവരും എതിർത്ത് സംസാരിച്ചേക്കാം. ഞാൻ പറയുന്നത് ക്രിസ്തുഭാവത്തെക്കുറിച്ചാണ്, ക്രിസ്തു എന്താണ് പറഞ്ഞതെന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥവും ക്രിസ്തുവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മുൻനിർത്തി വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നമ്മൾ നിർണ്ണയിക്കാൻ. നിങ്ങൾക്ക് ഭക്തിയുള്ളത് നല്ലതാണ്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിന് കാര്യമുണ്ട്. അതെന്തിനാണ് അർപ്പിക്കുന്നതെന്നറിയണം. വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ മാലയിട്ടാൽ പുളകം കൊള്ളുന്നവനല്ല വിശുദ്ധൻ. അകത്തെ നിഷേധിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. അപ്പൊ അതുകൊണ്ട് അവരുടെ കഴുത്തിൽ പൂമാലയിട്ട് അവരെ സംപ്രീതരാക്കി പ്രലോഭിപ്പിച്ച് നമ്മുടെ കാര്യം നേടിയെടുക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധയുടെ തിരുസ്വരൂപത്തിൽ നോട്ടുമാലയിടുന്നതിനെ കുറിച്ചൊക്കെയുള്ള പല കഥകളും നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. ആക്ഷേപിക്കലാണ്. സർവസമ്പന്നനായ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളെക്കാൾ ചെറുതാവുകയാണ്. വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇവിടുത്തെ കറൻസി കൊണ്ട് സ്വർഗത്തിൽ എന്താ ആവശ്യം? ഇവിടെ നിങ്ങൾ കാഴ്ചവെക്കുന്ന ഫലമൂലങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ എന്താ ആവശ്യം? സ്വർഗം ഇപ്രകാരം നിങ്ങളുടെ ഭൗതിക വ്യവഹാരത്തെ പോലെയുള്ള ഒരിടമായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ആത്മാവിനെ അഭിലഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം ആലോചിക്കണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8:36-37 തിരുവചനങ്ങളിൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി ദൈവത്തിന് എന്തു കൊടുക്കും? ലോകം മുഴുവൻ നേടിയാൽ എല്ലാമായി എന്ന് കരുതുന്ന നമ്മുടെ ധാരണയ്ക്കകത്തേക്ക് ദൈവത്തെ വലിച്ചിഴയ്ക്കുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന് നേർച്ച കൊടുത്ത് കാര്യം സാധിക്കാമെന്ന ചിന്ത. ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പരമമായ പദം. നാം ആ പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള നോട്ടുകെട്ടുകളും നാണയത്തുട്ടുകളും കാണിച്ച് ദൈവത്തെ പ്രലോഭിപ്പിക്കാമെന്ന്, ദൈവത്തെ വശംവദരാക്കാമെന്ന്, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചാക്കി മാറ്റാമെന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഏശയ്യാ പ്രവചനത്തിൽ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 66-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ അവിടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ, നമ്മോടൊപ്പമായിരിക്കുന്ന അവിടുത്തെ മനസ്സിലാക്കാതെ, ആകാശം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കിയ എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തെ തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ ഉടമസ്ഥതയ്ക്കകത്തേക്ക് ദൈവത്തെ വലിച്ചഴയ്ക്കുന്നു, ദൈവത്തെ തരം താഴ്ത്തുന്നു, സകലത്തിൻ്റെയും ഉടയവന്റെ സന്നിധിയിലേക്ക് നമ്മൾ കാഴ്ചയർപ്പിക്കുകയാണ്. നമ്മൾ നമുക്കുള്ളവ വെച്ച് ദൈവത്തെ പരിമിതപ്പെടുത്തുന്നു. നാട്ടിലൊരു ചൊല്ലുണ്ട്, തമ്പാന്റെ കോഴിനെ പിടിച്ച് തമ്പാൻ എന്നെ കാഴ്ചവെക്കുക. എല്ലാം ദൈവത്തിൻ്റെതായിരിക്കെ, നാം ദൈവത്തിൻ്റെതായിരിക്കെ, നാം ദൈവത്തിൻ്റെതാണ് എന്ന് ഏറ്റുപറയുകയാണ് പ്രധാനമായും നാം ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാവ് ദൈവകരങ്ങളിൽ സമർപ്പിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് എന്നത് മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും നമുക്കുള്ള വസ്തുക്കൾ കൊണ്ട്, നമ്മൾ ആർജിച്ചെടുത്തുവെന്നും നേടിയെന്നും കരുതുന്ന ദൈവദാനമായ വസ്തുക്കൾ കൊണ്ട് ദൈവത്തിന് വില പറയുന്നു. അത്തരം പ്രവൃത്തികൾ അപകടകരമാണ്. യെശയ്യാ പ്രവചനത്തിൽ 66-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം പറയുന്നുണ്ട്, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇവയെല്ലാം എൻ്റേത് തന്നെയാണ്, എൻ്റെ കരവേലയാണ്. അവിടുത്തെ സൃഷ്ടിയായ മനുഷ്യൻ അവിടുന്ന് സൃഷ്ടിച്ചവ തന്നെ എടുത്ത് അവിടുത്തെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അത് ദൈവത്തിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നേർച്ച കാഴ്ചകളെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നേർച്ച കാഴ്ചകൾക്ക് പിന്നിലെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. നാം കാഴ്ചയർപ്പിക്കുന്നതിന് പിന്നിലെ താല്പര്യമെന്ത്, മനോഭാവമെന്ത് എന്നത് പരമപ്രധാനമാണ്. മിക്കായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗമാണത്. കർത്താവിന്റെ മുമ്പിൽ എന്ത് കാഴ്ചയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? കർത്താവിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക്
1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ദൈവം ഇവയൊക്കെ അഭിലഷിക്കുന്നുണ്ടോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് കർത്താവിന് കാഴ്ച അർപ്പിക്കുക? നമ്മുടെ പലപ്പോഴുള്ള ധാരണ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ ദൈവം സംപ്രീതനാകും. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലേണ്ടതുണ്ട്. ഡ്രസ് കോഡ് വരെയൊക്കെ നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് തെറ്റിദ്ധരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മെ സമ്പൂർണനായി അറിയുന്ന ഒരുവന്റെ മുമ്പിൽ, അവിടുത്തെ മുമ്പിൽ നമ്മൾ ആത്മാവിൽ എളിമയോടും അനുതാപത്തോടും കൂടി ചെല്ലണം. ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. അതിനു പകരം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ ഇങ്ങനെ നിഷ്ഠകൾ വെക്കുകയാണ്. ദൈവസന്നിധി ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തിന് ഇന്നതൊക്കെ കൊടുത്താൽ ദൈവം സംപ്രീതനാകും. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാന നേർച്ച ഇതാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇത് കൊടുത്താൽ അനുഗ്രഹം പ്രാപിക്കാം. അങ്ങനെ പറയുന്നതിന്റെ പേരിൽ മാതാവിനെ സാരി ഉടുപ്പിക്കുന്നവർ, നോട്ടുമാല ഇടുന്നവർ, വിവിധങ്ങളായ കാഴ്ചകൾ അർപ്പിക്കുന്നവർ, ആയിരക്കണക്കിന് രൂപയുടെ പൂക്കൾ കൊണ്ട് അൾത്താര അലങ്കരിച്ച് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, പ്രപഞ്ച സൃഷ്ടാവിന്റെയാണ്, എല്ലാം അവിടുത്തെ സന്നിധിയിലാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടെ നിന്ന് സംപ്രീതനാകുമോ? ആയിരക്കണക്കിന് ആടുകളെ സമർപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ ആടുകളെ സമർപ്പിക്കുന്നവർ കൂടുതൽ മേന്മയുള്ളവരായിട്ട് മാറും. ദൈവം അതിലാണോ സംപ്രീതനാകുന്നത്? വിധവയുടെ ചെമ്പു നാണയത്തെക്കുറിച്ച് നമുക്കറിയാം. അവളവിടെ കാഴ്ചയർപ്പിക്കുന്നത് ഒരു ചെമ്പു നാണയമാണ്, ഒരു ഓട്ടക്കാലണയാണ്. അവിടെ വെള്ളിയും സ്വർണവും ഒക്കെ ഇടുന്ന ആളുകളുണ്ട്. അവരെക്കാൾ മെച്ചപ്പെട്ടവളാണ് ഈ ദരിദ്രയായ വിധവയെന്ന് കർത്താവ് പറയുന്നത്. അവൾ തന്റെ ഉപജീവനത്തിനുള്ള വക കൂടി നൽകിയെന്നതിലാണ്. തന്റെ ജീവനെ തന്നെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അവിടെ നേർച്ചയിടുന്നത്. നിനക്കുള്ളത് മുഴുവൻ ഊറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമായതുകൊണ്ടല്ല, നിന്റെ നാളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും താല്പര്യങ്ങളെയും നിലനിന്നു പോകാനുള്ള എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുന്നവളായി ആ വിധവ മാറുന്നുണ്ട്. അവൾ വിധവയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് അവഗണിക്കപ്പെടുന്ന ഒരുവളാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവളാണ്. അവളുടെ കയ്യിലുള്ളത് ആകെ ചെമ്പു നാണയമാണ്. അതവൾ ദേവാലയ ഭണ്ഡാരത്തിലിട്ടു. അങ്ങനെ ദേവാലയത്തെ ഭണ്ഡാരത്തിൽ ഇട്ടത് കൊണ്ട് ദൈവത്തിന് കിട്ടിയെന്ന അർത്ഥത്തിലല്ല, അവളെ ഉപേക്ഷിച്ചു എന്നതാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതല്ലാതെ ദൈവത്തിന് നിങ്ങളുടെ നാണയത്തുട്ടുകൾ വേണ്ട, നിങ്ങളുടെ നോട്ടുകെട്ടുകൾ വേണ്ട, ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചകളും വേണ്ട. പ്രവാചകൻ 6:7 ചോദിക്കുന്നുണ്ട്, അതിക്രമങ്ങൾക്ക് പകരമായി ഞാൻ എൻ്റെ മകനെ ബലി കൊടുക്കണമോ? ആത്മാവിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ശരീരത്തിലെ ഫലങ്ങൾ കാഴ്ചവെക്കണമോ? എന്ത് കാഴ്ചയാണ് നമ്മൾ അർപ്പിക്കേണ്ടത്? നാം അർപ്പിക്കുന്ന കാഴ്ചകളുടെ അർത്ഥം എന്താണ്? എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് വിശ്വാസത്തിൽ ഉയർന്ന് യുക്തിപൂർവമായി ചിന്തിക്കാൻ കഴിവ് നേടിയിട്ടും മാനസികമായ ഒരു അടിമത്വം നമ്മെ പിടിച്ചു വലിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ നാണയത്തുട്ടുകൾ കൊണ്ട് സംപ്രീതനാകും. നമ്മൾ കാഴ്ചവെക്കുന്ന വസ്തുക്കൾ കൊണ്ട് ദൈവം സംപ്രീതനാകും. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന, അനുഗ്രഹിക്കുന്ന ഒരാളാണ് ദൈവം എന്ന തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ ഇപ്പോഴും വ്യാപകമാണ്. ഫെബ്രുവരി ലേഖനം 10-6 പറയും, ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനാകുന്നില്ല. അവിടുന്ന് സംപ്രീതനായത് തന്റെ പുത്രന്റെ യാഗത്തിലാണ്. കാരണം അത് സമ്പൂർണ്ണ സമർപ്പണമാണ്. ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ്, അല്ലാതെ നമ്മുടെ കാഴ്ചദ്രവ്യങ്ങളല്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ദൈവത്തെ സംപ്രീതനാക്കുന്ന എന്തിനാണ്? എൻ്റെ ഇച്ഛകൾ നിറവേറാനാണ്, ദൈവേഷ്ടം നിറവേറ്റാനാണ് ഈ ഭൂമിയിൽ നാം അയക്കപ്പെട്ടിട്ടുള്ളത്. നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകൾക്കകത്ത് ദൈവേഷ്ടം നിവർത്തിക്കുന്നവരായി മാറുന്നതിന് പകരം ദൈവത്തെ സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വളയ്ക്കാൻ, നാം പറയുന്നതിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മുടെ തന്നെ കൈപ്പിടിയിലുള്ള ഒരു സൃഷ്ടിയാക്കി തരം താഴ്ത്തുന്നുണ്ട്. അത്തരത്തിൽ ദൈവത്തെ കാട്ടിക്കൊടുക്കുന്നത് കൊണ്ടാണ് ലോകം പറയുന്നത് ഈ ദൈവം ഒരു ഫേക്കാണ്, ഈ ദൈവം വ്യാജനാണെന്ന് ലോകം പറയുന്നത്, ഇല്ലാത്ത കാര്യമാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. നാം മറ്റുള്ളവരുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ
ദയാദാക്ഷിണ്യങ്ങൾ നേടി നാം കൊടുക്കുന്ന കാഴ്ചകളിൽ സംപ്രീതനായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരല്പനായി നാം ദൈവത്തെ തരം താഴ്ത്തുന്നു. വിധിയാളനായ ദൈവത്തെ പ്രലോഭിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി കൊടുക്കാമെന്ന തരത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. അതുകൊണ്ട് പരീക്ഷ പാസ്സാകാൻ ഇന്നത് ചെയ്യുന്നു, പരീക്ഷ പാസ്സായാൽ തരാമെന്ന് പറയുന്നു, സുഖപ്രസവം ഉണ്ടായാൽ ഇന്നത് തരാമെന്ന് പറയുന്നു. ദൈവത്തിന് നിങ്ങൾ എന്തു കൊടുക്കും? എന്താണ് ദൈവം നിങ്ങളിൽ നിന്ന് അഭിലഷിക്കുന്നത്? വളരെ വ്യക്തമായി മിക്ക പ്രവചനം പറയുന്നുണ്ട് 6:8. മനുഷ്യ നല്ലതെന്താണെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ അഭിലഷിക്കുന്നത്? അപ്പൊ നമ്മിൽ ദൈവം അഭിലഷിക്കുന്നത് നാം നീതി പ്രവർത്തിക്കുന്നവരാകണം. എന്താണ് ദൈവത്തിന്റെ നീതി? ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന നീതിയാണ്, കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കാതെ നാം ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നീതി. നാം നീതിമാന്മാരാകുന്ന എങ്ങനെയാണ്? അവരെ നീതീകരിച്ചുകൊണ്ടാവണം, മറ്റുള്ളവർക്ക് വേണ്ടി പകരം നിന്നുകൊണ്ടാകണം. മറ്റുള്ള കുറവുകളെയും കുറ്റങ്ങളെയും വിധിക്കുന്നവരാകുമ്പോൾ നാം വിധിയാളനാകുന്നു. അവിടെ നമുക്ക് നീതി പ്രവർത്തിക്കാൻ സാധ്യമല്ല. നാം ഈ ലോകത്തിന് ഭക്ഷണമാകാൻ വന്നവരാണ്, അവരന് വേണ്ടി വന്നവരാണ്. അവരെ കാക്കുന്നവരായി കരുതലുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവസന്നിധിയിൽ നീതിപൂർവകമായ പ്രവൃത്തി. ദൈവത്തിന്റെ കരമായിട്ട് മാറുക, ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറുക. ദൈവം എല്ലാവർക്കും ആയിരിക്കുന്നത് പോലെ നാം എല്ലാവർക്കും വേണ്ടി ആയിത്തീരാനും അങ്ങനെ ദൈവത്തെ നമ്മിൽ അനുഭവിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റുക. അതാണ് ദൈവാനുഗ്രഹം. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, നമ്മൾ നീതിയെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മൾ വലിയ കാര്യങ്ങളിൽ പുറത്തൊക്കെ പറയും, നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കും. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനകത്ത് നീതിയുണ്ടോ? ഡിസ്ക്രിമിനേഷൻ എന്തെങ്കിലും ഉണ്ടോ? അടിച്ചമർത്തുന്നുണ്ടോ? മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? ഭാര്യ എന്നാൽ അടുക്കളയിൽ ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി തന്ന് നമ്മളെ ശുശ്രൂഷിക്കാനുള്ള ഒരാൾ, അയാളൊരു വ്യക്തിയായി പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല. അയാളൊരു വ്യക്തിയാണ്. സ്വന്തം അടിവസ്ത്രം മറ്റൊരാളെ കൊണ്ട് കഴുകിക്കുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് നമ്മൾ വലിയ ആളുകളായിട്ട് കളിക്കുന്നത്. പള്ളിയിൽ പോയി നിൽക്കുന്നുണ്ട്, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്, ഭക്തരാണ്, വിശ്വാസികളാണ്. പക്ഷെ സ്വന്തം ഇണയെ, സ്വന്തം പങ്കാളിയെ ഒരു മനുഷ്യനായി പരിഗണിച്ച് അയാളെ പരിഗണിക്കുന്നു എന്ന ഭാവത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അയാളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. നമ്മൾ എന്നിട്ട് എങ്ങനെയാണ് അയാളെ കൊണ്ട് അടിമ വേല ചെയ്യിക്കുകയാണ്. അടിമ ഉടമ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പരിശോധിക്കണം. അടിമ ഉടമ വ്യവസ്ഥയാണ്. നീതി പ്രവർത്തിക്കുന്നില്ല. അവരനായി നിൽക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നതാണ് നീതി. എന്റേതല്ലാത്ത അഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്നതാണ് നീതി. അവരന് എന്നോളം തന്നെ തുല്യ പ്രാധാന്യമുണ്ടെന്നും അവൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നും തിരിച്ചറിയുന്നതാണ് നീതി. അതുകൊണ്ട് അവരന്റെ മേലുള്ള വിധിയാളത്വം കൈവെടിഞ്ഞ് അവരനെ ശുശ്രൂഷിക്കുന്നവരായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് സ്വയം ബോധ്യമുണ്ടാകുമ്പോഴാണ് നീതിയുടെ പങ്കുകാരായിട്ട് നമ്മൾ മാറുക. നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി സ്വന്തം സുഖേച്ഛകൾക്ക് വേണ്ടി അവരനെ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ നീതിരഹിതരാണ് ദൈവസന്നിധിയിൽ എന്നറിയണം. എന്നിട്ട് സ്വയം നീതീകരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ വഴിയാണ് ചരിക്കുന്നത്, ആരോടും അനീതി കാട്ടുന്നില്ല, ഒരുവന്റെ മുതലും കട്ടെടുക്കുന്നില്ല എന്ന് പറയും. അവരെന്റെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് സ്വന്തം കുടുംബത്തിനകത്ത് നരകം പണിതുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്റെ മേലിങ്ങനെ ആധിപത്യം പുലർത്തുന്ന മനോഭാവം നീതിരാഹിത്യമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നേയില്ല. എല്ലാവരെയും മനുഷ്യരായി കാണാൻ, എല്ലാവരെയും ദൈവമക്കളായി കാണാൻ, എല്ലാവർക്കും വേണ്ടി വന്നവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ മുറിച്ചു വിളമ്പുന്ന പ്രകൃതം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക, ദൈവത്തിന്റെ സന്നിധി നീതീകരിക്കപ്പെടുക. രണ്ടാമത് കാരുണ്യം പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. എന്താണ് കാരുണ്യം? ദൈവപിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യം അല്ല കേട്ടോ. നമുക്ക് ഔദാര്യമുണ്ട്. കാലില്ലാത്തവനെ കാണുമ്പോൾ, കണ്ണില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സഹതാപം തോന്നുന്നു, ഔദാര്യം തോന്നുന്നു. ഈ ഔദാര്യ ബുദ്ധിയെക്കുറിച്ചല്ല നമ്മൾ പറയണത്. അപരനായി മാനിക്കാനും അവരന് ഇടം കൊടുക്കാനും കഴിയുമ്പോഴാണ് കാരുണ്യത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുക, നീതീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകുക. ദൈവം കാണിച്ച അനന്തമായ കാരുണ്യം കുരിശിൽ നമുക്ക് കാണാം.
അവിടുന്ന് പറയാണ്, ഇവർക്ക് അറിവില്ല, ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇവരുടേതല്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. തന്നെ പിടികൂടാൻ വരുന്നവരിൽ നിന്ന് എതിരിട്ട് പോകാൻ മനോഭാവം കാണിക്കാതെ അവന്റെ മുൻപിൽ നിന്നു കൊടുക്കുന്നുണ്ട്. കാരുണ്യമാണ് അത്. നമ്മെക്കാൾ കുറവുണ്ട് എന്ന് മറ്റൊരാളെ തരം താഴ്ത്തിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ദൈവത്തിന്റെ അനന്ത കാരുണ്യമെന്ന ബോധ്യം ഉണ്ടാകലാണ്. ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് എന്റേതല്ലെന്നും അത് അവരന് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ തന്നവയാണെന്നും ഞാൻ തിരിച്ചറിയുകയും ഞാനത് ദൈവകാരുണ്യമായിട്ട് കൊടുക്കുകയും ചെയ്യാണ്. സ്വന്തം പേരിനും മഹിമയ്ക്കും വേണ്ടിയല്ലാതെ അവനവൻ നല്ലവനാണെന്ന് ഭാവിക്കാനല്ലാതെ എന്നെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, എന്നെ പകർത്തു കൊടുക്കാൻ, എനിക്കുള്ളവ പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാരുണ്യമുണ്ടാകുക. ആ കാരുണ്യം എന്നതിന് നാം സാധാരണ കാണുന്നത് പോലെ ഭിക്ഷ കൊടുക്കുന്നവന്റെ മനോഭാവമല്ല വേണ്ടത്. ഇത് നീതിയുടെ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണം. സ്വർഗസ്ഥനായ പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് എങ്ങനെയാണ്? ആരെയും കുറ്റം വിധിക്കാതെയാണ്. മനുഷ്യകുലം ഒന്നാകെ തെറ്റ് ചെയ്യുമ്പോഴും ആ ചെയ്ത തെറ്റിന് അവൻ പരിഹാരം ചെയ്യുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിനൊരു മുഖമാണത്. തന്റെ പുത്രനെ ലോകത്തേക്ക് അയക്കുന്നത് മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. യേശു ഭൂമിയിലേക്ക് വരുന്നത് തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ രൂപം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയായി മാറാൻ വേണ്ടിയാണ്. അങ്ങനെ അവരന് വേണ്ടി പകരം നിൽക്കുന്നവരായി, പരിഹാരം ചെയ്യുന്നവരായി, അവരന് ഭക്ഷണമാകുന്നവരായി മാറുന്നതിന്റെ പേരാണ് കാരുണ്യം. ഇത് സ്വയം ഉപേക്ഷയുടെ വഴിയിലുണ്ടാകുന്ന കാര്യമാണ്. ക്രിസ്തുവിന്റെ കാരുണ്യം ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം നാം കാണുന്ന പോലെ ഒരു അപ്പത്തെ വെച്ചിട്ട് ദിവ്യകാരുണ്യം എന്ന് പറയല്ല, ഒരപ്പമായി പൊടിഞ്ഞ് അവരന് ഭക്ഷണമായി മാറി സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് ഭക്ഷണമായി വിഭജിച്ചു കൊടുത്തതിൽ അവിടുന്ന് പ്രകടമാക്കിയ ശക്തിയാണ് ദിവ്യകാരുണ്യത്തിനകത്ത് വെളിപ്പെടുക. ആ വെളിപ്പെടൽ യഥാർത്ഥത്തിൽ നാം മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീരണമെന്ന ഒരു പ്രേരണയാണ്, പാഠമാണ്. അത് തിരിച്ചറിയാതെ നമ്മുടെ കേവല താല്പര്യങ്ങളിൽ കുടുങ്ങി നമ്മൾ ജീവിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതത്വമുള്ളവരല്ല നമ്മൾ. നമുക്ക് നൽകപ്പെട്ട ജീവിതാവസ്ഥകളെ കുറിച്ച് നമുക്ക് ഒരിക്കലും സംതൃപ്തിയില്ല. ദൈവം തന്നതാണ് ഈ സാഹചര്യം, ആയിരിക്കുന്ന ഈ അവസ്ഥ, ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധി, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ദൈവകരങ്ങളിൽ നിന്നാണ്. ദൈവം അനുചിതമായി ഒന്നും ചെയ്യില്ല. ദൈവം ഈ ചെയ്യുന്നത് ഒരു ഉപരി നന്മയ്ക്കായിരിക്കും. ദൈവസന്നിധിയിൽ വിനീതത്വമുള്ളവരായി മാറാൻ ശ്രമിക്കുക. ഈ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് തിരുത്തണമെന്നാണ്. നീ ഒന്ന് തിരുത്തണം. നീ എനിക്ക് അനുവദിച്ചിട്ടുള്ള ഈ സാഹചര്യം ഒന്ന് തിരുത്തണം. പീഡാസഹന വേളയിൽ ഈ മണിക്കൂറിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ക്രിസ്തു പറയുന്നത് നിന്റെ നാമം മഹത്വപ്പെടുത്തിയാൽ മതി. ഈ സാഹചര്യത്തിൽ നിന്റെ നാമം മഹത്വപ്പെടണം. ഞാനായിരിക്കുന്ന അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്റെ നാമം മഹത്വപ്പെടണം. ഇത് നിന്റെ പദ്ധതിയാണ്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമ്പോഴാണ് വിനീതത്വം ഉണ്ടാകുക. മനുഷ്യരുടെ മുമ്പിൽ കൈകൂപ്പൊന്നല്ല എളിമ. എളിമ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നൽകുന്ന ജീവിതാവസ്ഥയെ ദൈവകരങ്ങൾ കൈകൾ നീട്ടി സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന മനോഭാവം ഉണ്ടാകലാണ്. അതല്ലാതെ ദൈവത്തെ മനം മാറ്റാൻ, മനം തിരിക്കാൻ, ദൈവത്തിന് മാനസാന്തരം ഉണ്ടാകാൻ ഭൗതിക വസ്തുക്കൾ കാഴ്ചവെച്ച് സാധിക്കാം എന്ന് കരുതുന്നത് ലോകമൗഢ്യമാണ്. എന്താണ് ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തി? ഹെബ്രായർ 13:16 പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരങ്ങളാണ്. നന്മ ചെയ്യുന്നവരാകണം, നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരാകണം. അപ്പോഴാണ് ദൈവസന്നിധിയിൽ നാം സംപ്രീതരായി മാറുക. അതുകൊണ്ട് മാത്രമായില്ല, 1 പത്രോസ് 2:20 പറയും, ആ നന്മ ചെയ്യുമ്പോൾ പീഡയാണ് ഏൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നന്മ ചെയ്തിട്ട് പീഡകൾ ഏൽക്കുമ്പോഴാണ് ദൈവം പ്രീതികരമായി മാറുക. അപ്പോ ആ നന്മയെ സംബന്ധിച്ച എല്ലാ പ്രതീക്ഷയും നമ്മൾ ഉപേക്ഷിക്കുന്നു. പീഡയേൽക്കുമ്പോൾ നന്മ ചെയ്യുന്നു, പങ്കുവെക്കുന്നു, അതിനെ പ്രതി പീഡയേൽക്കുന്നു. അപ്പോ നാം ചെയ്ത പ്രവൃത്തികളുടെ എല്ലാ ഉടമാവകാശവും നഷ്ടപ്പെടുന്നു. അങ്ങനെ നാം നിഷേധിക്കപ്പെടുന്നു. അപ്പോ നാം ചെയ്ത പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ബലിയുടെ യോഗ്യതയുള്ളതായിട്ട് മാറും. അതുകൊണ്ട് നാം ഓർക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികൾ, എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നേർച്ച കാഴ്ചകൾ അർപ്പിക്കണ്ടേ? നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. അത് കാര്യം കാണാനാവുമ്പോൾ അബദ്ധമാണ്. നേർച്ച കാഴ്ചകൾക്ക് വേറൊരു സ്വഭാവം നമുക്ക് കാണാം. അതൊരു സാക്ഷ്യമാണ്. നമ്മൾ കാഴ്ച അർപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഈശോ പറയുന്നുണ്ട് കുഷ്ഠരോഗികളോട്, നിങ്ങൾ പോയിട്ട് പുരോഹിതരെ കാണുക, കാഴ്ച അർപ്പിക്കുക. എന്തിനാണ്? അത് ഒരു സാക്ഷ്യമായിട്ട് മാറാൻ വേണ്ടിയാണ്. ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. സ്വയം സാക്ഷീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നേർച്ച കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയല്ല, നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്, സാക്ഷീകരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് അവയുടെ ആവശ്യമില്ല.
അപ്പൊ ദൈവത്തിന്റെ ആവശ്യത്തിനല്ല നേർച്ച. നേർച്ച നമ്മെ സംബന്ധിച്ച് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്, സമൂഹത്തിൽ സാക്ഷ്യമായി മാറാൻ വേണ്ടിയാണ്. പണ്ട് അത്തരം നേർച്ച കാഴ്ചകളൊക്കെ ദേവാലയങ്ങളിൽ ഉണ്ടായിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് ആശീർവദിച്ച് എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അധികം നടക്കുന്നത്. ഇപ്പൊ എല്ലാം പണസംബന്ധമായ ഏർപ്പാടാണ്. ദൈവം കുറച്ചും കൂടി കറൻസിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാശ് കൊടുത്ത്, സ്വർണം കൊടുത്ത്, കിരീടം കൊടുത്തൊക്കെ കാര്യം കാണുന്നവരായിട്ട് മാറാന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മാതാവിന് സ്വർണ്ണ കിരീടത്തിന്റെ ആവശ്യമില്ല. മാതാവിന്റെ ശിരസിൽ ദൈവം ഒരു കിരീടം വെച്ചിട്ടുണ്ട്, 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം. അത് ആത്മാവിന്റെ അലങ്കാരമാണ്. ക്രിസ്തുരാജനൊരു കിരീടമുണ്ട്. ആ കിരീടം നമ്മൾ വയ്ക്കുന്ന സ്വർണ്ണ കിരീടമല്ല. അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ സമ്പൂർണ്ണ യാഗത്താൽ യേശു ലോകത്തിന്റെ അധികാരിയാകുന്നതിന്റെ, സകലത്തിന്റെയും ഉടയവനാണ് അവിടെ നിന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ രാജാവിന്റെ കിരീടത്ത് കർത്താവിന്റെ തലയെ വെച്ചു. ഒട്ടും നീതീകരിക്കാനാവാത്ത കാര്യമാണ്. ഈ ലോകത്ത് രാജാക്കന്മാർ എപ്പോഴും ചെയ്തിട്ടുള്ളത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ കൊല്ലുകയാണ്. സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി, സ്ത്രീകളെ കൊള്ളയടിക്കാൻ വേണ്ടി, അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടി, തങ്ങളുടെ ജീവിതം സുഖാക്കാൻ വേണ്ടി, രാജ്യ അതിർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ ഇച്ഛകൾ നിറവേറ്റാൻ വേണ്ടി ജീവിച്ചു പോയ ആളുകളാണ് രാജാക്കന്മാർ. ആ രാജാക്കന്മാർക്കൊപ്പമാക്കി ദൈവത്തെ തരം താഴ്ത്തുന്നത് വാസ്തവത്തിൽ ഒരു നിന്ദ്യമായ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ അത് ഒരു സാക്ഷ്യമായിട്ടാണെന്ന് ഓർക്കണം. ഒരിക്കലും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ആത്മാവാണ്. ദൈവത്തിന് ആവശ്യമുള്ളത് അവിടുത്തെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുക എന്നുള്ളതാണ്. മത്തായി സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 24 മുതൽ 27 വരെ തിരുവചനങ്ങളിൽ യേശു ദേവാലയ നീതി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ദേവാലയ നീതി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നുണ്ട്. അതൊരിക്കലും ദൈവത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. നാം ദൈവമക്കളാണ്, ദൈവത്തിന് നമ്മുടെ കയ്യിൽ നിന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് യേശു പറയാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ അത് കൊടുക്കുക. ഇനി നമ്മൾ ദേവാലയത്തിന് പണം കൊടുക്കേണ്ടതല്ലേ? ദേവാലയത്തിന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഈ അടുത്ത് എൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടായി. ഇടവക വികാരി പള്ളി വിളിച്ചു പറഞ്ഞു, എല്ലാ കുടുംബങ്ങളും തിരുനാളിന് 3000 രൂപ വെച്ച് കൊടുക്കണം. എല്ലാ കുടുംബങ്ങളും 3000 രൂപ വെച്ച്. 1,250-ലധികം ഇടവകക്കാരുണ്ട്. 3000 രൂപ വെച്ച് എത്ര ലക്ഷം രൂപയാണ് എന്ന് ആലോചിക്കും തിരുനാൾ നടത്താൻ. ഞാൻ അമ്മയോട് പറഞ്ഞു, കൊടുക്കില്ല എന്ന് പറയണം, കൊടുക്കില്ല എന്ന് പറയണം. സഭയെ ശുശ്രൂഷിക്കുന്നതിന്റെ പേരിൽ സഭയിൽ നിന്ന് ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് മേടിക്കാത്ത ആളാണ് ഞാൻ. ശുശ്രൂഷിച്ചത് കർത്താവിനെയാണെന്ന ബോധ്യത്തോടെയാണ്. അവിടുത്തെ സന്നിധിയിൽ എനിക്ക് കൂലി കിട്ടുമെന്ന ബോധ്യത്തോടെയാണ്. സൗജന്യമായി ചെയ്തതല്ല, ഔദാര്യമായി ചെയ്തതല്ല. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിനെ പ്രതിയാണെന്നും അവിടത്തേക്ക് വേണ്ടിയാണെന്നും ബോധ്യത്തോടെ ചെയ്തതുകൊണ്ട് ഞാൻ ആരിൽ നിന്നും പങ്കുപറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മനസാക്ഷിക്കടിയില്ല ഇത് പറയാൻ. ഇത് കൂലിക്കുള്ള പണിയല്ല. കൊടുക്കില്ല എന്ന് തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ആ വകയ്ക്ക് പണമില്ല. ചുറ്റുവട്ടത്തുള്ളവരുടെ വിശപ്പ് കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് ഓരോ ക്രൈസ്തവനും ശ്രദ്ധിക്കേണ്ടത്. തൊട്ടടുത്തുള്ളവനെ സഹോദരനായി പരിഗണിച്ച് കണ്ണും കയ്യും എത്തുന്ന ദൂരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക, അവന്റെ ജീവിതാവശ്യങ്ങൾ ഇടപെടുക, കണ്ണീരൊപ്പുക, വിശപ്പിന് ഭക്ഷണമായി മാറുക, അവന്റെ നഗ്നതയിൽ വസ്ത്രമായിട്ട് മാറുക, അവന് കിടക്കാൻ ഇടമില്ലെങ്കിൽ സ്വന്തം വസതിയിൽ ഇടം കൊടുക്കുക എന്ന പ്രവൃത്തിയിലേക്ക് മാറാതെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. സഭയ്ക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടതുണ്ട്. സഭയുടെ കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പന അതിനെക്കുറിച്ചാണല്ലോ പറയുക. CCC 2040 മുതൽ അത് പറയും. സഭയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പണം, ദേവാലയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പണം നമ്മൾ കൊടുക്കണം. അപ്പൊ സഭയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഓരോ സഭാംഗവും അംഗമെന്ന നിലയ്ക്ക് അവന് കഴിവിനനുസരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. സഭയുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളവ മാത്രം. അധികരിച്ചു പോകുമ്പോൾ പലപ്പോഴും സമ്പത്ത് കൊന്നുകൂടുന്നുണ്ട്, അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥയ്ക്കകത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുമായി ജീവിതം പങ്കുവെക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് സഭയെ നമുക്ക് ലോകത്ത് കാണാൻ പറ്റുക. ക്രിസ്തുവിന്റെ മൗതിക ശരീരമായിട്ട് നമ്മൾ വരിക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ,
നേർച്ച കാഴ്ചകൾ കൊടുത്ത് ദൈവത്തെ പറ്റിക്കാമെന്നും പ്രീതിപ്പെടുത്താമെന്നും കരുതരുത്. ഒരു സാക്ഷ്യമെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നൽകാം. അപ്പോഴും ഓർക്കേണ്ടതുണ്ട്, അത് ഈ അപരനെ അവഗണിച്ചുകൊണ്ടാകരുത്, മറ്റുള്ളവരുടെ വിശപ്പിന് ഭക്ഷണം കൊടുക്കാതെയാകരുത്, സഹോദരനെ കരുതാതെയാകരുത്. ദൈവമാണ് പരമപ്രധാനം. ആ ദൈവം പറഞ്ഞത് അവരനെ സ്നേഹിക്കാനാണ്. അവരനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക, യഥാർത്ഥ ആരാധനയായിട്ട് നമ്മൾ മാറുക. അതുകൊണ്ട് ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ആത്മാവിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിത പ്രവൃത്തിയിൽ നീതിയുടെ പ്രവൃത്തി ഉണ്ടാകണം, കാരുണ്യത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം, വിനയത്തിന്റെ ഭാവത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റണം. അങ്ങനെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ നമുക്ക് സംപ്രീതരാകാൻ പറ്റും. യേശുക്രിസ്തുവിലാണ് ദൈവം സംപ്രീതനായത്. അവിടുത്തെ പരമമായ യാഗമാണ് ദൈവസന്നിധിയിൽ സംപ്രീതമായ യാഗം. ആ യാഗത്തോട് ചേരുന്ന വിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും കുറവുകളെയും എല്ലാം ആ ബലിയോട് ചേർത്ത് വയ്ക്കാം. ദൈവം തന്ന ഈ ജീവിതാവസ്ഥയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താം. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിരന്തരം പ്രേരിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.